എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. ഞാനിപ്പോഴുള്ളത് മലപ്പുറത്താണ്. ഇവിടെയുള്ള എൻ്റെ സുഹൃത്ത് ഉമ്മർകുട്ടിക്കയുടെ കൂടെയാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിലാണ് ഞാനിപ്പോഴുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ ഫാമിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. ഇവിടേക്ക് എങ്ങനെയാണ് നമുക്ക് എത്താൻ സാധിക്കുക? ഇതിപ്പോൾ മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് അതിൻ്റെ അടുത്തായിട്ട് പൊരുന്നംപറമ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ. അതായത് മലപ്പുറത്ത് മക്കരപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിനടുത്തുള്ള പൊരുന്നംപറമ്പ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഉമ്മർകുട്ടിക്കയുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാം ഉള്ളത്. ഒരുപാട് വ്യത്യസ്തങ്ങളായ ഡ്രാഗൺ ഫ്രൂട്ട് ഇനങ്ങളാണ് ഇവിടെയുള്ളത്. വളരെയധികം ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഔഷധ മൂല്യമുള്ളതാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് അദ്ദേഹത്തോട് ചോദിച്ച് അറിയാം. ഇതിനുള്ളിൽ നല്ല ഒരു വയലറ്റ് കളറുള്ള നമ്മുടെ അട്ടപ്പാടിയിൽ ഒരു ദിവസം പോയിട്ട് പിന്നെ വെള്ളം കഴിഞ്ഞു. ഇവിടെ ആദിവാസി ആദ്യം വേര് പിടിക്കും, അതിനുശേഷം തുമ്പ് വരുള്ളൂ. മൂന്നല്ല പൊട്ടുക ആ സൈഡ് പൊട്ടി വരുന്നു. ഇത് മാത്രമേ ഞാൻ 79 പോയി. വെറൈറ്റികളാണ്.
കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ ഇത് വലിയ ചുവപ്പ് നിറമാണ്. ഇതുപോലെയാണ് പഴുത്ത് തുടങ്ങുക. ഈ കളറിലെത്തിക്കും. ഇതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പച്ചയിൽ നിന്ന് പഴുപ്പിലേക്ക് തുടക്കമിടുന്ന ഒരവസ്ഥ. ഇത് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിറമുണ്ടാകും. അത് നമുക്കൊന്ന് കാണാം. ഇതുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഈ നിറത്തിൽ എത്തിച്ചേരും. ഇനി ശരിക്കും ഒന്നുകൂടി പഴുക്കുകയാണെങ്കിൽ ഈ ഭാഗം പൊട്ടലിടും. അപ്പോൾ ഇതാണ് ഇതിന്റെ ശരിയായ പഴുപ്പ്. നമ്മൾക്ക് പറയുന്നത് ഈ തരത്തിലാകുന്ന സമയത്താണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് അറുത്തെടുക്കേണ്ടതും കഴിക്കേണ്ടതും. ഇത് അമിതമായി പഴുക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ടാവും. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഉറുമ്പുകൾ പ്രവേശിച്ചിട്ട് ഈ ഫ്രൂട്ട്സ് അത് കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളിത് അറുത്തെടുക്കുക, ഉപയോഗിക്കുക. ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കിളികൾക്ക് മാത്രമായിട്ട് അദ്ദേഹം ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. കിളികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും കഴിക്കാൻ വേണ്ടി മാത്രം ഏകദേശം ഒരു 10-30 സെന്റ് സ്ഥലത്ത് അദ്ദേഹം ഈ ഏരിയ മുഴുവനായിട്ട് ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് ഒരുപാട് പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ പഴങ്ങൾ കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഈ ഉറുമ്പ് അരിച്ചിട്ട് ഇങ്ങനെയാണ് ആവുക. ഉറുമ്പ് തിന്നാണിത് പക്ഷികളും. ഒരുപാട് കിളികളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അവരൊക്കെ തന്നെ ഇവിടെയുള്ള വിരുന്നുകാരാണ്, നമ്മുടെ ഉമ്മറൂട്ടിക്കാരുടെ സ്വന്തം ആളുകളാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞത് ഭയങ്കര ഔഷധ ഗുണം ഉള്ളതാണെന്നുള്ളത് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു. ഇതിൽ 2-3 കാര്യങ്ങളാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം. ഒന്ന്, ഇത് നമ്മളെ കൗണ്ട് പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് പിക്ക് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ വയറിൻ്റെ ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ ഇത് നല്ല പഴമാണ്. ഇത് നല്ല ശോധന കിട്ടുന്നു. വയറെന്നാണല്ലോ നമ്മളെ അസുഖങ്ങളൊക്കെ വരുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ബ്യൂട്ടി, പിന്നെ അത്യാവശ്യം ഈ ഷുഗറുകാർക്കും പ്രഷറുകാർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റിയ നല്ല പഴമാണ്. ഭയങ്കര അതുകൊണ്ട് ഫലം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറേ ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് വാല്യൂ ആയിട്ട് കുറേ ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ ഇത് ഈ ഫ്രൂട്ട് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. കൃഷി ചെയ്യാനും എളുപ്പമാണ്. മൊത്തത്തിൽ ഇത് കൃഷി ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഇതിൻ്റെ നടീൽ വസ്തു ഇപ്പോൾ എല്ലായിടത്തും ആയി. പിന്നെ അതുമല്ല, ഇത് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പരിചരണം കുറവാണ്. ഒരു 25 വർഷത്തോളം ഈ ചെടി നിലനിൽക്കുന്നു.
എല്ലാവർക്കും എൻ്റെ സ്നേഹം. വളരെയധികം സന്തോഷത്തിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഈ ഉമ്മർകുട്ടിക്കായുടെ കൂടെയാണ് കുറേ സമയം ചെലവഴിച്ചത്. കുഞ്ഞിക്ക, ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? വളരെ മനോഹരമായ 3-4 മണിക്കൂറാണ് ഇവിടെ ചെലവഴിച്ചത്. വിദേശത്തുള്ള ഈ പഴം ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് വളരെ നല്ല രീതിയിൽ ഏതാണ്ട് 4 ഏക്കറോളം സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ പല വെറൈറ്റി ഏതാണ്ട് 45ഓളം ഇദ്ദേഹം പറയുന്നു 45ഓളം വെറൈറ്റികൾ ഇവിടെ കൃഷി ചെയ്ത് എല്ലാവർക്കും അതിനെപ്പറ്റി വിശദീകരിച്ച് തന്നും ചെയ്തു. ഈ വിദേശ ഫലമാണെന്നുള്ളത് പോലും നമ്മൾ മറന്നുപോയി. കാരണം ഇദ്ദേഹത്തിൻ്റെ വിവരണവും ഇത് കൃഷി ചെയ്യുന്ന രീതിയും എല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമുക്ക് വിവരിച്ചു തന്നു. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. മുഹമ്മദ് ഭായ് പറയൂ. തികച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്ന ഒരു ഫാമാണ് ഇതെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ അത് ബോധ്യമാവുകയും ചെയ്തു. നല്ല ശുദ്ധവായു കിട്ടുന്ന വളരെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം കിട്ടിയത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. രമേശ പറയൂ. എന്താ ഒരു രണ്ടാളും പറഞ്ഞതിൽ കൂടുതൽ ഇപ്പം എന്താ പറയാ, പ്രകൃതി രമണീയം എന്നുള്ള പറഞ്ഞാൽ മതിയാവില്ല. അതിൻ്റെ അപ്പുറം ആള് മറ്റേ ജൈവം കൃഷി നടത്തി വിഷമില്ലാത്ത ഒരു കൃഷി രീതി ഇത്രയും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എല്ലാവരും ഹാപ്പിയാണ്. സന്തോഷം. ഞാൻ 2 വാക്ക് പറയാം. അത് പ്രകൃതിയെ പറ്റി അറിയുന്നവർക്ക് അത് പ്രകൃതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും പ്രകൃതിയുടെ ആളുകളാണെന്നുള്ളത് ഒറ്റവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് ഏതായാലും കണ്ടതും പരിചയപ്പെട്ട സന്തോഷം. ഇവിടെ ഒരുപാട് വ്യത്യസ്തങ്ങളായ സസ്യങ്ങളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കുവാനോ ഇത് മനസ്സിലാക്കുവാനോ ഇതിൻ്റെ തൈകൾ കൊണ്ടുപോയി വീട്ടിൽ കൃഷി ചെയ്ത് ഉപയോഗിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് രസമുള്ള, ഒരുപാട് നന്മയുള്ള ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങൾക്ക് അദ്ദേഹം സമ്മാനിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം. അപ്പോൾ എല്ലാവരോടും അങ്ങനെ തന്നെ ഒന്ന് സംഗീതം കുട്ടികൾ ഉസ്താദ് ഇത്രയും തിരക്കിനിടക്ക് ഇത്രയും സമയം ചെലവഴിച്ചത് വളരെ നന്ദിയുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ, നിങ്ങളെ കണ്ടതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത്. കാരണം ഒരുപാട് നന്മയുള്ള ഒരു മനുഷ്യനെ കാണാൻ സാധിച്ചു. എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം, സന്തോഷം. ഞാൻ വീട്ടിൽ വാങ്ങിക്കാറുണ്ട് പുറത്തുനിന്ന്. പക്ഷെ ഇത് നമ്പർ വന്നാണ് ഒരു വീട്ടിൽ ഒരാളുടെ വീട്ടിലുണ്ട് കൃഷി. പാകിസ്ഥാനോട് അൽഹംദുലില്ലാ. ഇതിലും വലിയ സന്തോഷം ഉണ്ടായിരുന്നല്ലേ? ഹാപ്പി ആയില്ലേ? വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. എൻ്റെ സുഹൃത്തുക്കൾ ചാവക്കാട് നിന്നും ഇവിടെ എൻ്റെ കോഴിക്കോടുള്ള വീട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞു, ചായയൊക്കെ കുടിച്ചു. പോകാൻ നേരത്ത് ഇവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് സമ്മാനിച്ചതാണ് നിങ്ങൾ കണ്ടത്. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ സ്നേഹം.